ഹിറ്റാകാൻ സാധ്യതയുള്ള തിരക്കഥകൾ അടിച്ചുമാറ്റി മോഹൻലാലിൻ്റെ കയ്യിലെത്തിക്കുന്നയാൾ എന്ന പേരുദോഷം കേട്ടയാളാണ് നടൻ മണിയൻപിള്ള രാജു. അതിനു കാരണങ്ങളുമുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായ ആറാം തമ്പുരാനായി ആദ്യം വേഷമിടേണ്ടിയിരുന്നത് നടൻ മനോജ് കെ ജയനായിരുന്നു. എന്നാൽ കഥയുടെ പൾസ് തിരിച്ചറിഞ്ഞ് മോഹൻലാലിലേക്ക് ആ പടം എത്തിച്ചതിനു പിന്നിൽ മണിയൻപിള്ള രാജുവായിരുന്നു. അസുരവംശം എന്ന ചിത്രത്തിലൂടെ മനോജ് കെ ജയൻ ഹിറ്റടിച്ചു നിൽക്കുന്ന സമയത്താണ് രഞ്ജിത്ത് ആറാം തമ്പുരാന് കഥയൊരുക്കുന്നത്. സംവിധായകൻ ഷാജി കൈലാസും ആറാം തമ്പുരാനായി മനോജ് കെ ജയനെ നിശ്ചയിച്ചു. പക്ഷേ മദ്രാസിൽ വെച്ച് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ആ കഥ മണിയൻപിള്ള രാജു യാദൃച്ഛികമായി കേട്ടു. കഥയുടെ പൾസ് തിരിച്ചറിയുന്ന നിർമ്മാതാവിൻ്റെ ബുദ്ധി കത്തിയതോടെ ഈ പടം മോഹൻലാൽ ചെയ്താൽ വേറൊരു ലെവലായി മാറുമെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു. ലാലിൻ്റെ ഡേറ്റ് കിട്ടുമോ എന്ന് സംശയിച്ച ഷാജി കൈലാസിന് ഡേറ്റ് ഒപ്പിച്ചു കൊടുത്തതും മണിയൻപിള്ളയായിരുന്നു. ദൃശ്യം എന്ന ചിത്രവും മോഹൻലാലിൻ്റെ കൈകളിൽ എത്തിച്ചതും ഇതേ മണിയൻപിള്ള രാജു ആയിരുന്നു എന്നതാണ് മറ്റൊരു രഹസ്യം. ചെറിയ ചെലവിൽ ഒരു കുഞ്ഞു ചിത്രം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിത്തു ജോസഫ് ദൃശ്യത്തിന് കഥയൊരുക്കിയത്. ശ്രീനിവാസനെ നായകനാക്കി ദൃശ്യം ചെയ്യാൻ ഒരു നിർമ്മാതാവിനെയും ഒപ്പിച്ചു. അതുമായി മുന്നോട്ടു പോകുന്നതിനിടെ മണിയൻപിള്ളയുടെ കാതിൽ ഈ കഥയെത്തി. അതോടെ ദൃശ്യത്തിന്റെ തലവരയും മാറി. ഇത്തരത്തിൽ ഹിറ്റ് കഥകളുടെ പഞ്ച് മനസ്സിലാക്കുന്ന മണിയൻപിള്ളയാണ് മലയാള സിനിമയ്ക്കും മോഹൻലാലിനും എക്കാലത്തെയും മികച്ച 2 സിനിമകൾ സമ്മാനിച്ചതെന്ന് ചുരുക്കം. എന്നാൽ ആദ്യം ദൃശ്യത്തിനു വേണ്ടി പണം മുടക്കാൻ തയ്യാറായ നിർമ്മാതാവ് അടക്കമുള്ളവർ മണിയൻപിള്ളയുടേത് കുബുദ്ധിയാണെന്ന് പറഞ്ഞ് മുമ്പ് രംഗത്ത് വന്നിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് മണിയൻപിള്ള ചെയ്തത് ചതിയാണെന്ന് തോന്നുകയില്ലെന്നതാണ് മറ്റൊരു സത്യം. അത്രയും ഗംഭീര സിനിമകളായി ആറാം തമ്പുരാനും ദൃശ്യവും മാറിയത് ആ കഥകളുടെ പൾസ് മണിയൻപിള്ള രാജു മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമായിരുന്നു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.